കൊല്ലാനല്ല, അവള് ഭ്രാന്തിയായിട്ട് മാറണം. കുട്ടിമണിയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ ഡോക്ടറോട് മതികല പറയുന്നു. പോലീസ് തനിക്ക് പിന്നിൽ പോലീസ് ഉള്ളതായി സംശയമുണ്ടെന്ന് ശിവ മതികലയോട് പറയുന്നു. മാണിക്യമംഗലം വീട്ടിൽ മഹാദേവൻ ഒറ്റപ്പെടുന്നു. കുട്ടിമണിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് കാവടി. കമ്പനിയുടെ തലപ്പത്ത് പുതിയൊരാളെ നിയമിക്കാൻ പോകുന്നതായി മതികലയ്ക്ക് സംശയം. തുടർന്ന് കാണുക. ഒരു പക്ഷേ മൈലമ്മയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്കാണോ സഹായവും പണവും ഒഴുകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഹേയ്, അങ്ങനെയൊന്നും വരത്തില്ല. അതൊക്കെ പഴയ ക്ലീഷേ കഥകളല്ലേ. എന്താ, നിന്റെ അച്ഛൻ്റെ രഹസ്യ മകളാണ് മൈലമ്മയെന്ന് ചിന്തിച്ചു തുടങ്ങിയോ? ചന്ദ്രവേട്ടൻ പറഞ്ഞതുപോലെ അത്തരം ക്ലീശ ചിന്തകളൊന്നും എനിക്കില്ല. പക്ഷെങ്കിൽ അച്ഛൻ അവളെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അത് കണ്ടുപിടിക്കണം ചന്ദ്രവേട്ട. എന്താണ് അച്ഛന്റെ തമിഴ്നാട് കണക്ഷൻ എന്ന് കണ്ടുപിടിച്ചേ മതിയാവും. ഞാൻ ഏറ്റെടുത്തു. മാണിക്യമംഗലത്തെ പണം ഒഴുകേണ്ടത് എന്റെയും നിന്റെയും പോക്കറ്റുകളിലേക്ക്, അല്ലാതെ പുറം നാടുകളിലേക്കല്ല. കണ്ടുപിടിക്കും ചന്ദ്ര ആ കാണാ കൈവഴി ഏതെന്ന്. ചക്കരമുത്തേടാ. ഇല്ല, അത് ശരിയാവില്ല. എനിക്ക് തോന്നുന്നില്ല അത് ശരിയാകില്ല പെങ്ങളെ. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ശരിയാകത്തില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ശരിയാകില്ല. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമില്ലേണ്ണ? നമ്മൾ ബലം പിടിച്ചിട്ട് നമ്മുടെ കൊച്ചിന്റെ സമാധാനം കളയാൻ പറ്റുമോ? അമ്മാമ്മേ, ഞാൻ വയലോർത്ത് പൊക്കോളാം. അത് എവിടത്തെ ഇടപാടാടി? നിന്റെ കഴുത്തിൽ ബാലൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും നിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്വവും നാട്ടുനടപ്പും. നിന്റെ കഴുത്തിൽ അവൻ കെട്ടിയത് താലി തന്നെയാണല്ലോ, അല്ലാതെ യന്ത്രവും റിമോട്ടോ ഒന്നും അല്ലല്ലോ. നിന്നെ ഒന്നും പാവയെപ്പോലെ കൊണ്ടു നടന്ന് നിയന്ത്രിക്കാനായിട്ട്. എന്റെ പൊന്നമ്മയൊന്നും മിണ്ടാതിരി. ബാലേട്ടൻ ക്യാൻറ്റീനിലോട്ട് പോയതാ, ഇപ്പൊ വരും. ബാലൻ ക്യാൻറ്റീനിലോ കാപ്പിക്കടയിലോട്ടോ പോട്ടെ, അതിന് ഞാനെന്തോ വേണം? അല്ല, ഞാൻ പറയുന്നത് നിങ്ങളാരും മനസ്സിലാക്കാത്തെന്താ? എടീ, പെറ്റെണീറ്റ് വന്നാൽ നീ ഞങ്ങളുടെ വീട്ടിലൊന്ന് നിൽക്കണം. നിനക്ക് 90 ദിവസത്തെ പ്രസവ ശുശ്രൂഷ വേണ്ട, 90 വേണ്ട, 56 ദിവസത്തെ എണ്ണ തേച്ച് കുളിയെങ്കിലും ഞങ്ങളുടെ വകയായിട്ട് ചെയ്യേണ്ടതാ. അത്രയും ദിവസം കൊച്ചും നീയും ഞങ്ങളോടൊപ്പം കാണണം, ഞങ്ങളോടൊപ്പം നിൽക്കണം. അല്ലാതെ അതിൻ്റെ തായ്വേരിറക്കുന്നതിനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. വല്യണ്ണ വഴക്കിനൊന്നും പോവാതെ ബാലനോട് കാര്യമായിട്ടൊന്നും കൂടി പറ. കുട്ടിമണിയുടെ കാര്യത്തിലുള്ള പേടിയാണെന്ന് പറയും. കുട്ടിമണി ഉള്ളിടത്ത് കുഞ്ഞിനെ നിർത്താൻ നമുക്ക് പറ്റില്ലെന്ന് പറ. നമ്മള് കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുന്ന എന്തിനാ? എന്തായാലും ബാലന് സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്വമൊക്കെ കാണില്ലേ? ഞാൻ എന്തായാലും കാര്യം സംസാരിക്കാൻ പോവുക. വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവല്ലേ അമ്മാമ്മേ? പിന്നെ വഴങ്ങി ഉള്ള കാര്യം പറയണ്ടേ? നിനക്ക് കുട്ടിമണി എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും. പക്ഷെ ഞങ്ങൾക്കങ്ങനെയല്ല. ഞങ്ങൾക്ക് ജീവനായിട്ട് ഓമനിക്കാനാ ഈ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ്. ദേ, ഈ പൊന്നുമുത്തിന്റെ ദേഹത്ത് മണ്ണ് നുള്ളിയിടാൻ ഞങ്ങൾ സമ്മതിക്കുവോ? ഇല്ല. വല്യണ്ണൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ബാലനെ കണ്ട് സംസാരിക്കേ. ദൈവത്തെ ഓർത്ത് ബാലേട്ടനോട് വഴക്കിനൊന്നും പോവല്ലേ അമ്മാമ്മേ? നീ ഒന്നും മിണ്ടാതിരിക്കേ, ഞാനൊന്ന് സംസാരിക്കട്ടെ, പിന്നെയല്ലേ ബാക്കി കാര്യം. വല്യണ്ണ, കാര്യമായിട്ട് സംസാരിച്ചാ മതി. നീ വലിയ കാര്യങ്ങൾ അറിയാവുന്നവളാണെങ്കിലേ നീ പോയി സംസാരിക്കേ. ഓ, ഇനി നിങ്ങൾ തമ്മിൽ ഇതിന് വഴക്ക് വേണ്ട. അമ്മമ്മ ബാലേട്ടനോട് അപേക്ഷിക്കുന്ന രീതിയിലൊന്ന് സംസാരിച്ചു നോക്ക്. പിന്നെ നാട് വിറപ്പിച്ചിരുന്ന ചട്ടമ്പിയാ ഞാൻ. നീ ഇപ്പൊ എന്റെ ശരീരം കണ്ടിട്ടാണോ എന്നെ അളക്കുന്നത്? എടീ, ഒരു കാലത്ത് പൂക്കൊടി രാഘവൻ വരുന്നുവെന്ന് പറഞ്ഞാൽ മതം ഇളകി ആന വരുന്നത് പോലെ ആയിരുന്നു. ആ വഴിയിലുള്ള കടകളും അടയുമായിരുന്നു. ഒറ്റ ഒരുത്തൻ റോഡിലും കാണത്തില്ലായിരുന്നു. എന്നാ പിന്നെ വല്യണ്ണൻ ചെന്ന് ബാലനോട് അതെല്ലാം കൂടി അങ്ങ് പറയേ. എന്നല്ല ഞാൻ പറഞ്ഞത്. ആ പൂക്കൊടി രാഘവൻ ഒരുത്തന്റെയും മുന്നിൽ നട്ടല് വളയ്ക്കത്തില്ല. കാര്യങ്ങൾ ഞാൻ നിവർന്നു നിന്ന് തന്നെ പറയും. ബാലനത് മനസ്സിലായില്ലെങ്കിലേ അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. അല്ല പിന്നെ
അമ്മാമ്മയ്ക്ക് കാപ്പി വേണം. ഓ, എനിക്ക് കാപ്പിയും കൂപ്പിയൊന്നും വേണ്ട. ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു. അപ്പൊ ബാലനെ ഒന്ന് കണ്ടേച്ച് പോകാന്ന് കരുതി. നാളെ ഇവിടുന്ന് പോകാമായിരിക്കും അല്ലയോ? ആ, അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി നീ ആലോചിച്ചോ? സീതയും കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യമല്ലേ, അത് നടക്കത്തില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. നീ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കാതെ ബാലവാ. ഞാനിപ്പോ വന്നത് നിന്നോട് വഴക്കിനൊന്നുമല്ല, കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് നിന്നെ ബോധ്യപ്പെടുത്താനാ. പറഞ്ഞു. നീ ഇങ്ങനെ ഒഴുക്കം മട്ടി പറഞ്ഞ് തള്ളല്ലേ ബാല. സീതയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് ഞങ്ങളുടെ വാശിയൊന്നുമല്ല. അവിടെയാണെങ്കിൽ അവളെ അവളുടെ തഞ്ചത്തിന് നോക്കാൻ വനജയുണ്ട്. കുഞ്ഞിൻ്റെ കുളിപ്പീരും കാര്യങ്ങളും എല്ലാം വനജ ചെയ്തോളൂ. വയലോരം വീട്ടിലും അതിനൊന്നും ഒരു കുറവും വരത്തില്ല. ഞാൻ ആരെങ്കിലും കൂലിക്ക് വെച്ചോളാം. കൂലിക്ക് ചെയ്യുന്നതും കൂടെ നിന്ന് ചെയ്യുന്നതും വ്യത്യാസമില്ലേ ബാല? അല്ല, അത് മാത്രമല്ല, ഒരു കാര്യം തുറന്നങ്ങ് പറയാം. കുട്ടിമണിയുള്ള വീട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. മനസ്സിലായില്ല? അല്ല, ബുദ്ധിയില്ലാത്ത കൊച്ചാണല്ലോ കുട്ടിമണി. പോരെങ്കിൽ അവളുടെ കൊച്ചു മരിച്ചും പോയി. മൊത്തത്തിൽ കുട്ടിമണിയുടെ മനസ്സ് കുറച്ച് കുഴപ്പമായെന്നാ കേട്ടത്. തന്നെത്താൻ വർത്താനം പറയുന്നെന്നും ഭ്രാന്ത് പോലെ വന്നെന്നും ഒക്കെ കേട്ടു. അങ്ങനെയുള്ള സ്ഥിതിക്ക് കുട്ടിമണിയുള്ള വീട്ടിൽ പൊടിക്കൊച്ചിനെ കൊണ്ടുവന്നാൽ നാളെ അതിനെ എന്തെങ്കിലും ചെയ്യില്ലെന്ന് ആര് കണ്ടു? നിർത്തിയേക്ക്. എന്നതാ സംസാരം നിർത്തിയേക്കാൻ. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ ഉത്കണ്ഠ വേറെ ആർക്കും വേണ്ട. പിന്നെ കുട്ടിമണിയുടെ പേര് പറഞ്ഞ് ഇപ്പൊ പുതിയ അടവുമായി വന്നതിന്റെ പിന്നിലെ ബുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാവും. സീതയെ കൊണ്ടുപോയി അവിടെ നിർത്തണം. കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയി നിർത്തി ശുശ്രൂഷിച്ചോ. സീതയെ കൊണ്ടുപോയി നിർത്തി നോക്കുമ്പോഴേ ഞാൻ എന്റെ കൊച്ചിനെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കോളാം. അതിനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ബാല, നാളെ നിന്റെ ഈ പിടിവാശി ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരും. നോക്കിക്കോ, അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. അമ്മ ഇപ്പൊ പോയതേ ഉള്ളൂ ബാലേട്ടാ. ആ, നിന്റെ അമ്മാമ്മ എന്നെ കാണാൻ വന്നിരുന്നു. പറഞ്ഞു കാണുമല്ലോ. പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ടാ വന്നേ. കുട്ടിമണി നമ്മുടെ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന്. കാര്യം എൻ്റെ പെങ്ങൾക്ക് ബുദ്ധി കുറവായിരിക്കും. അവൾക്ക് പല മാനസിക പ്രശ്നങ്ങളും കാണും. എന്നുവെച്ച് അവളൊരു സർവനാശമായിട്ട് ആരും പറഞ്ഞു വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അമ്മാമ്മയുടെ സ്വഭാവം ബാലേട്ടൻ അറിയാലോ. അങ്ങനെയൊന്നും ചിന്തിച്ച് പറയുന്നതല്ല. പിന്നെ കുട്ടിമണിയെ പറ്റിയും ബാലേട്ടന് നന്നായിട്ട് അറിയാലോ. എത്ര കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പണ്ട് പരാതി വന്നിട്ടുണ്ട്. നീ നിന്റെ അമ്മാമ്മയെ ന്യായീകരിക്കുവാണോ? ഞാൻ ആരെയും ന്യായീകരിക്കുന്നതല്ല ബാലേട്ടാ. കുട്ടിമണിയെ പറ്റിയുള്ള പല കാര്യങ്ങളും ചിന്തിക്കുമ്പോ അവർക്ക് ചിലപ്പോ ആദി കാണും. ഒരുപാട് ആദിയുള്ളവരൊന്നേ വയലോരം വീട്ടിലേക്ക് വരണ്ട. അത് നീയാണെങ്കിലും. ബാലേട്ടാ, ബാലേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? തൽക്കാലം ഞാൻ ഇങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. ആരുടെ ആദിയുടെയും ഭയത്തിന്റെയും പേരിലാണെങ്കിലും ശരി, കുട്ടിമണിയെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരിടപാടുമില്ല. അതാദ്യമേ പറഞ്ഞേക്കാം. അതെ, ഈ വീട് കണ്ടിട്ടേ ആ പെണ്ണ് വലിയ കാശുള്ള വീട്ടിലാണെന്ന് തോന്നില്ലല്ലോ. മാണിക്യമംഗലമെന്നോ കെടാമംഗലമെന്നോ ഏതാണ്ട് പേരൊക്കെ പറഞ്ഞില്ലായിരുന്നോ? എന്റെ പൊന്നു മേരി, ഒന്ന് വായടക്കി. ഇതാ കൊച്ചിന്റെ വീടല്ല, അതെന്റെ ഭർത്താവിന്റെ വീടാ. ഭർത്താവിന്റെ വീടായാലെന്താ? പണക്കാരി പെമ്പിള്ളാരെ ഇതുപോലുള്ള ചെറിയ വീട്ടിലേക്ക് ആരെങ്കിലും കെട്ടിച്ചു വിടുവോ? ഒരു നിലയുള്ള വീട്ടിലെ പെണ്ണെ 2 നിലയുള്ള വീട്ടിലേക്കല്ലേ കെട്ടിച്ചു വിടുന്നത്? 2 നിലയുള്ള വീട്ടിലെ പെണ്ണെ 3 നിലയുള്ള വീട്ടിലേക്കല്ലേ കെട്ടിച്ചു വിടുന്നേ? 3 നിലയുള്ള വീട്ടിലെ പെണ്ണെ 4 നിലയുള്ള വീട്ടിലേക്ക് കെട്ടിച്ചയക്കും. ചേച്ചി, ആദ്യം കാശുതാ, ഞാൻ പോട്ടെ. നീ ഒന്ന് മിണ്ടായിരിക്കണേക്കാ. നീ വണ്ടി മാറ്റിയിട്. നിനക്ക് വെയിറ്റിംഗ് ചാർജ് തന്നാ പോരെ. എത്രയാ വെയിറ്റ്? എന്റെ വെയിറ്റ് 62 കിലോ. പക്ഷെ എന്റെ വണ്ടിയുടെ വെയിറ്റിംഗ് ചാർജ് കൂടും. അവന്റെ ഒരു തമാശ. നീ വണ്ടി പുറത്തു കൊണ്ടിട്. അച്ചായോ, ഒന്ന് വിളിച്ചേ. ആ പെങ്കൊച്ചിനെ ഒന്ന് വിളിക്കേ. കയ്യിലെ കാശ് കിട്ടിട്ടേ 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. വേഗം കണ്ടിട്ട് പോകാം. കാശ് കിട്ടുമോ? നമ്മൾ ഇങ്ങോട്ട് വന്നത് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നാലോ? പിന്നെ
അതിന്റെ ഇഷ്ടം ആര് നോക്കുന്നു? നമുക്ക് നമ്മുടെ കാര്യം. അപ്പൊ വിളിക്കാല്ലേ? പിന്നല്ലാതെ. ആ, കാര്യം നടക്കില്ലേ? ഓ, അങ്ങനെയാണോ? ആ സുരേഷേ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ഓക്കെ, ബൈ. ആരാ? മതികല മാഡത്തെ കാണാൻ വന്നതാ. മതികല മാഡത്തിന്റെ വീടല്ലേ ഇത്? മതികല മാഡം? ആ, മതികല മാഡം. നിങ്ങൾ ആരാ? അല്ല, ഞങ്ങൾ മാഡത്തെ അറിയാവുന്ന ആൾക്കാരാ. മാഡത്തിനൊന്ന് കാണാനായിട്ട് വന്നതാ. നിങ്ങൾ ആരാണെന്ന് ആദ്യം പറ. ഞാൻ നിങ്ങൾ ഈ പറയുന്ന മേഡത്തിന്റെ ഭർത്താവാ. അയ്യോ, ആണോ? അറിയില്ലായിരുന്നു. സാറേ, മാഡത്തിന് ഒന്ന് വിളിക്കും, ഒരു കാര്യം സംസാരിച്ചിട്ട് മടങ്ങി പോവാനാ. ഞാൻ വിളിക്കാം. അതിനു മുമ്പ് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. നിങ്ങൾ ആരാ? അത് പറഞ്ഞില്ലല്ലോ. ഞാൻ മേരി. ഇത് ഗീവർഗീസ് അച്ഛൻ. നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണോ? അല്ലല്ല. അതെ അതെ അതെ. ആദ്യം അല്ലെന്ന് പറയുന്നു, പിന്നെ അതേന്ന് പറയുന്നു. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. ഒരു കള്ളത്തരം ഇല്ല സാറേ. സാറിന്റെ ഈ ഗൗരവത്തിലുള്ള നിപ്പും ചോദ്യമൊക്കെ കേട്ടപ്പം അറിയാതെ എന്റെ വായി നല്ല അങ്ങ് വന്നുപോയി. എന്റെ ഭർത്താവായി ഈ ഗീവർഗീസ് അച്ചായൻ. പുണ്യാളൻ ഗീവർഗീസ്. പുണ്യാളന്റെ പേരാ. അതുപോലെ തങ്കപ്പെട്ട മനസ്സും. ആ ദേ മേഡം വന്നല്ലോ. ഞങ്ങളുടെ മതികല മേഡം വന്നല്ലോ. ഇതാരാ മതി? അത് പണ്ട് ഞങ്ങളുടെ വീട്ടില് വരുമായിരുന്ന ആൾക്കാരാ ഇവരൊക്കെ. രവിയേട്ടാ, അല്ല നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നത്? വന്നേ വന്നേ. ഇത് മേരി ചേട്ടത്തിയും വർഗീസ് അച്ചായനും. അയ്യോ, എത്ര കാലമായി കണ്ടിട്ട്. വന്നേ വന്നേ. സുഖം തന്നെയല്ലേ? ശവങ്ങളെ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അല്ല, ഞങ്ങൾ മേഡത്തിന്റെ ഫോണിൽ പലതവണ വിളിച്ചായിരുന്നു ഒരു അത്യാവശ്യ കാര്യത്തിന്. എന്തോന്ന് അത്യാവശ്യ കാര്യം? എന്നെ കാണാൻ ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? കാര്യം ശരിയാ മാഡം, പക്ഷേ പറയാനുള്ള കാര്യങ്ങള് മാഡത്തിനോട് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെന്ന് വെച്ചാ പെട്ടെന്ന് പറഞ്ഞു തോലയ്ക്ക്. അതെ, മറ്റേ കൊച്ചിന്റെ കാര്യം പറയാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? മറ്റേ കൊച്ചിനെ ഇതുവരെ ഒരാളിനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ടീമിന്റെ കൈ നോക്കാൻ ഏൽപ്പിച്ചേക്കുവാ. ആർക്കെങ്കിലും കൊടുക്കാനായിട്ട്. മേഡം പറഞ്ഞില്ലായിരുന്നു ആ കൊച്ചിനെ ആർക്കാണ് കൊടുക്കുന്നതെന്ന് പറയണമെന്ന്? തള്ളെ, ഒരൊറ്റ ഇടി കിടിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ പല്ല് പറഞ്ഞ് അണ്ണാക്കിലോട്ട് പോവും. കൊച്ചു കുഞ്ഞെന്നൊക്കെ ഈ മുറ്റത്ത് വന്ന് തന്നെ പറയണം കേട്ടോ. ഞാൻ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കുഴപ്പമാവോ മേഡം? മിണ്ടി പോരുത്. നിങ്ങളെ ഞാൻ വന്ന് കാണുന്നുണ്ട്. വേറെ മാഡം, ഇതുവരെ കുഴപ്പം പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒത്തിരി കാശ്. കാശോ? എന്തിന് കാശ്? നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ ഞാൻ തന്നേല്ലേ? ഞങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നു. പക്ഷേ ഇപ്പൊ കൊച്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നിടത്തെ കുറെ ആളുകളില്ലേ? അവർക്ക് വല്ലതും കൊടുക്കണ്ടേ? എല്ലാവരുടെയും വാ മൂടി കെട്ടിയാലല്ലേ രഹസ്യമായിരിക്കത്തുള്ളൂ. നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള പരിപാടിയാണോ? ബ്ലാക്ക് മെയിലോ? അതെന്നതാ മേഡം? അതെന്താണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാം. പിന്നെ കാശിന്റെ കാര്യം ഞാൻ ശിവയെ വിളിക്കാം. ശിവ വന്ന് കാണും. എന്താന്ന് വെച്ചാ ചെയ്യും. മേലിൽ ഇങ്ങോട്ട് വന്നേക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശിവയെ വിളിച്ച് പറയുക. ശിവ എന്നെ വിളിക്കും. കേട്ടല്ലോ? എന്നാ പിന്നെ പോവാൻ നോക്ക്. എന്നാ നമുക്ക് പോവാൻ നോക്കാം. ശരി. ആ, മോളുടെ കല്യാണമല്ലേ? ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കാം. അതിന് നിങ്ങൾ ഇങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല. ഒരു പെങ്കൊച്ചിന്റെ കാര്യമല്ലേ? ഞാൻ അങ്ങനെ കണ്ണി ചോര ഇല്ലാത്തോളൊന്നും അല്ല. ഞാൻ സഹായിക്കാം. എന്താ പിന്നെ പൊയ്ക്കോ. വിട്ടോ വിട്ടോ വിട്ടോ.
അതെ, അവരുടെ മോളുടെ കല്യാണം. വീട്ടിൽ ചെന്നൊരു പങ്ക് പറ്റി. ഇനി ഞാനും കൂടെ സഹായിക്കണമെന്ന്. പാവം അപ്പാവി കേസുകളാ, എന്തു ചെയ്യാനാ. എന്താ എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ നിനക്ക് ബുദ്ധിമുട്ടായോ? അതല്ല, നിങ്ങൾ വന്ന് എന്നെ വാച്ച് ചെയ്യുന്നത് പോലെ തോന്നി. അങ്ങനെ തോന്നുന്നതേ ഒളിച്ചും പാത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നവർക്കാ. രവിയേട്ടൻ എന്താ ഒരുമാതിരി മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത്? ഞാൻ ഒളിവും മറയും വെച്ച് എന്ത് കാര്യം ചെയ്തു? അത് നീ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാ. ഇപ്പോ വന്നവരാരാ? മേരിയും വർഗീസും. ആരാ അവര്? ഞാൻ വരുന്നതിന് മുമ്പേ അവരെ ഒരു റൗണ്ട് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതല്ലേ. അപ്പം മനസ്സിലായില്ലേ അവരാരാണെന്ന്? അവരൊരു പേരെന്നോട് പറഞ്ഞു, അത് ഞാൻ അങ്ങ് വിഴുങ്ങി. പക്ഷേ അവരും നീ തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ തമ്മിലുള്ള ഇടപാടെന്താ? അതാണ് ഞാൻ ചോദിച്ചത്. അത് കൊള്ളാലോ. അവരും ഞാനും തമ്മിൽ എന്ത് ബന്ധമാ? നിങ്ങക്ക് എന്താ കുഴപ്പം മനുഷ്യ? നീ അങ്ങനെ ചുമ്മാ ചിരിച്ചു തള്ളണ്ട. അവരെ കാണുമ്പോഴേ അറിയാം രണ്ടും ഭൂലോക ഫ്രോഡുകളാണെന്ന്. അവര് നിന്നെ കാണാൻ വന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ വന്ന് ഈ കണ്ണാടിയിലോട്ട് നോക്ക്. അപ്പൊ നിങ്ങളുടെ മുഖം കാണുമ്പം തനിയെ മനസ്സിലാവും ഒന്നാം തരം ഫ്രോഡാണെന്ന്. നിങ്ങളും ഞാനും കൂടി നടക്കുമ്പോ ഇതുപോലെ 10 പേര് ചോദിക്കുന്നുണ്ടാവുമല്ലോ, അയ്യോടാ ആ പാവം പെണ്ണിനെ എന്തിനാ ഒരു ഫ്രോഡിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേന്ന്. നീ കൂടുതൽ വളച്ചു കെട്ടി സംസാരിച്ച് ജയിക്കുകയൊന്നും വേണ്ട. നീ എന്നെ പോലൊരു ഫ്രോഡിനെ കല്യാണം കഴിച്ചെങ്കിൽ അതിന്റെ 10 ഇരട്ടി ഫ്രോഡ് ചിന്ത നിന്റെ മനസ്സിലുള്ളതുകൊണ്ടാ. നിനക്കെന്തെങ്കിലും വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ ചിലപ്പോ കാണും. വ്യക്തിപരമായ ലക്ഷ്യങ്ങളോ? നിങ്ങൾ എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ആവശ്യമില്ലാതെ നമ്മൾ 2 പേര് സംസാരിക്കണ്ട. ഇപ്പൊ വന്നവരാരാണ്? അവർക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം എന്താ? നീയും അവരുമായിട്ടുള്ള ബന്ധം എന്താ? ഈ 3 ചോദ്യങ്ങളാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. എന്നാ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ അറ്റൻഷനായിട്ട് നിന്ന് പറയാം. ഇപ്പൊ വന്നത് മേരി എന്ന് പറയുന്ന സ്ത്രീയും ഗീവർഗീസ് എന്ന ആളും. അവര് ഭാര്യാഭർത്താക്കന്മാരാണോ? അല്ല. എന്നിട്ട് അവര് പറഞ്ഞത് ഭാര്യാഭർത്താക്കന്മാരാണെന്നാണല്ലോ. ഭാര്യാഭർത്താക്കന്മാരാ. അതുപോലും നിനക്കറിയത്തില്ലേ? നിന്നെ കാണാൻ വന്നവര് ഭാര്യാഭർത്താക്കന്മാരാണെന്ന് പോലും. അത് ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. ഈ ലോക്കൽ കേസുകളൊക്കെ ആരോർത്തു വെക്കുന്നു? ഓ, നീ ഓർത്ത് വെക്കണ്ട. എന്തായാലും നിന്നെ അവർ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ബാക്കി പറ. അവര് എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു. അവരുടെ മകളുടെ കല്യാണം. അവരുടെ മോളുടെ പേരെന്താ? കല്യാണി. എന്തോ? കല്യാണി. ഗീവർഗീസിന്റെയും മേരിയുടെയും മോളുടെ പേര് കല്യാണി അല്ലേ? മതേതരത്വം ആയിരിക്കും. കല്യാണി എന്നാ വീട്ടിൽ വിളിക്കുന്നത്. യഥാർത്ഥ പേര് കന്യാമേരി. ശരി, എന്നിട്ട് കന്യാമേരിയെ കല്യാണം കഴിപ്പിക്കാൻ പോവാണോ? അപ്പോ അതിന്റെ കല്യാണമാണ്, കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു വീട്ടിൽ പോയ അമ്മയെ കണ്ടില്ലേന്ന്. അപ്പ അവര് പറഞ്ഞു അമ്മയെ കണ്ടു, അമ്മ എന്നെയും കൂടെ വന്ന് കാണാൻ പറഞ്ഞു. അച്ഛനും ഓഫീസിൽ പോയി കണ്ടായിരുന്നു. നിന്റെ അച്ഛനെ ഇവര് വന്ന് കണ്ടോ? ഞാനത് ചോദിച്ചോളാം. അല്ല, അച്ഛനെ കാണാൻ പോയി. കണ്ടോന്ന് എനിക്കറിയത്തില്ല. കണ്ടില്ലെന്നാ തോന്നുന്നേ. അതുകൊണ്ടാ അവരെന്നെ കാണാൻ ഇങ്ങോട്ട് വന്നേ. അപ്പോ ഞാൻ പറഞ്ഞു 1 പവൻ സ്വർണ്ണോ കുറച്ച് കാശോ ഒക്കെ കൊടുക്കാന്ന്. അതൊക്കെ വലിയ പുണ്യപ്രവൃത്തിയല്ലേ?
പിന്നെ നീ വലിയ പുണ്യപ്രവൃത്തി ചെയ്യുന്ന ആളല്ലേ, അത് നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഇതിലെന്താ കള്ളത്തരമുള്ളത്? ഉള്ളതുള്ളതുപോലെ പറഞ്ഞോ. ഇപ്പൊ പറഞ്ഞ ഇതിവിടം കൊണ്ട് തീരും. ഇല്ലെങ്കിൽ നാളെ ഇതേക്കുറിച്ചൊരു സംസാരം എങ്ങാനും ഉണ്ടായാൽ രവിയുടെ വേറൊരു മുഖം നീ കാണേണ്ടി വരും. നിങ്ങൾ എന്നെ അങ്ങനെ വിരട്ടൊന്നും വേണ്ട കേട്ടോ. ആ, നിങ്ങൾക്ക് ഓരോ സമയത്തും ഓരോ മുഖമാണെന്ന് എനിക്കറിയാം. എനിക്കെന്താ കള്ളത്തരം? ഈ ലോക്കൽ ആൾക്കാരുമായിട്ട് എനിക്കെന്താ ഇടപാട്? കറക്റ്റ്, അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. നിനക്കെന്താ ഈ ലോക്കൽ ആളുകളുമായിട്ട് ഇടപാട്? ഇടപാടൊന്നുമില്ലെങ്കിൽ അവരെന്തിനു നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നു? എന്റെ പൊന്നു മനുഷ്യ, എനിക്ക് അവരുമായിട്ട് എന്തെങ്കിലും മോശം ഇടപാടുണ്ടെങ്കിൽ അവര് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമോ? ഞാൻ വണ്ടിയെടുത്ത് പുറത്തോട്ട് പോകത്തില്ലായിരുന്നോ? ആ, അത് ശരിയാ, ആയിരിക്കാം. എന്നാലും ദൈവമായിട്ട് എന്റെ മുമ്പിലേക്കൊരു തുരുമ്പിട്ട് തന്നതാണെങ്കിലോ? എപ്പോഴും അങ്ങനെയാണല്ലോ. ഏതൊരു കള്ളനും കുറ്റവാളിക്കും പിടികൊടുക്കാൻ ഒരു പഴുത് ദൈവം ഒരുക്കിയിടുവല്ലോ. കള്ളനും കുറ്റവാളി എന്റെ മുമ്പിൽ വലിയ CID കളിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യമാ. വന്നത് മേരിയും ഗീവർഗീസും. അവരുടെ മോളുടെ കല്യാണം. കുറച്ച് കാശ് വേണോന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. ഇല്ലെങ്കിൽ പോയി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വെച്ച് അന്വേഷിപ്പിക്ക്. അല്ല പിന്നെ പറയുന്നതിന് ഒരു പരിധിയില്ലേ? ഓക്കെ, പറയുന്നതിനൊരു പരിധിയുണ്ട്. നീ പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിക്കുകയും ചെയ്യുന്നു. നാളെ ഇതല്ല എന്ന് തെളിഞ്ഞാൽ, ഇതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടെന്ന് വന്നാൽ മതികലേ, മുന്നും പിന്നും നോക്കാനില്ലാത്ത അവസ്ഥയിലൂടെയാ ഞാനിപ്പോ പൊക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നീ ഒരു മനുഷ്യജീവിയല്ലെന്നും ഇതൊരു ജീവിതമല്ലെന്നും ലോകത്ത് ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ടും ക്ഷമിച്ചും സഹിച്ചും ഞാൻ പോവാ. അത് രവി മണ്ണുണ്ണിയായിട്ടോ രവി വീണ്ടും പഴയതുപോലെ ആയിട്ടോ ഒന്നും അല്ല. കൃത്യമായ ഒരു സ്ഥലമുണ്ടാക്കി, കൃത്യമായ ഒരു ദിവസം ഉണ്ടാക്കി, ഒരു വിചാരണക്കൂടുണ്ടാക്കി അതിനകത്ത് കയറ്റി നിർത്തും ഞാൻ. എന്നെയോ? നിന്നേന്നല്ല, തെറ്റാരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാം. അതുകൊണ്ട് രവിയെ പൊട്ടം കളിപ്പിക്കാമെന്നൊന്നും കരുതരുത്. മനസ്സിലായല്ലോ? ഓർമ്മയിലിരിക്കട്ടെ. ഈ ഉഷ്ണത്തിന് മോരും വെള്ളകത്ത് ചെല്ലുമ്പോ മനസ്സിനൊരു തണുപ്പ്. ആ എടിയേ, അതിലോട്ട് നോക്കിയിരുന്ന് കൈമുറിക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് വയ്യ ഊതി ആറ്റിക്കൊണ്ടിരിക്കാൻ. പിന്നെ നിങ്ങളുടെ പറച്ചിലേട്ടാ തോന്നുമല്ലോ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചങ്ങ് ബുദ്ധിമുട്ടിയിരിക്കുകയാണെന്ന്. 30-35 കൊല്ലം മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്ത ആളാ, എന്നിട്ടിന്ന് പാചകം അടിക്കുന്നു. ഓ എന്റെ അമ്മോ, അതെന്നെ ഓർമ്മിപ്പിക്കരുത്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റേതുമായ 30 പതിറ്റാണ്ടുകൾ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ല, ഞാനില്ലെങ്കിലും നീ ജീവിച്ചില്ലേ? അന്നേ എന്റെ ആങ്ങള അച്യുതൻ ഉണ്ടായിരുന്നത് കൊണ്ട്. പിന്നെ എന്റെ പിള്ളേരും എന്നെ നന്നായിട്ട് നോക്കി. ഇനിയിപ്പൊ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാലും അവരെന്നെ നോക്കിക്കൊള്ളും. അതേ എനിക്കൊരു ധൈര്യമുള്ളൂ. മനുഷ്യന്റെ കാര്യമല്ലേ, ആരൊക്കെ എന്ന് വരെ കാണുമെന്ന് ആർക്കറിയാം. ആരുമില്ലെങ്കിലും ജീവിക്കാനുള്ളവരെല്ലാം മുന്നോട്ട് ജീവിക്കും. അതിപ്പോ നീയില്ലെങ്കിലും ഞാനില്ലെങ്കിലും ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കും. സൂര്യൻ ഉദിക്കുകയും ചെയ്യും, ആകാശത്തിൽ ചന്ദ്രൻ വരികയും ചെയ്യും. എന്നാലും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ കാണാത്ത ആ പൊടി കുഞ്ഞ് കുട്ടിമണിയുടെ കൊച്ച് നമ്മൾ കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല, ഓമനിച്ചിട്ടില്ല, ഉമ്മ വച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് പോയല്ലോ എന്ന് ഓർക്കുമ്പം നെഞ്ചിനകത്തൊരു പെടപെടപ്പ. അപ്പൊ മനസ്സിജനും കുട്ടിമണിയോ
കുട്ടിമണിയുടെ കാര്യത്തിൽ കഴി എനിക്ക് വിഷമം മനസ്സിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടല്ലേ അവൻ കുട്ടിമണിയെ കല്യാണം കഴിച്ചത്. അവൻ എന്ത് കിട്ടി? ഓരോരുത്തര് എത്രയോ സ്വർണവും പണവും വാങ്ങി കല്യാണം കഴിക്കുന്നു. ബുദ്ധിയും സൗന്ദര്യവുമുള്ള ഭാര്യമാരുടെ കൂടെ ജീവിക്കുന്നു. കൊച്ചുകുട്ടികളുടെ ബുദ്ധിയും ശാഠ്യവും ഉള്ള ഒരു പെണ്ണ്, അവളെ പൊന്നുപോലെയല്ലേ അവൻ നോക്കുന്നത്. ലോകത്തൊരു ഭർത്താവും ഒരു ഭാര്യയെ ഇത്രത്തോളം സംരക്ഷിക്കുകയോ സ്നേഹിക്കുകയോ ലാളിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ കുഞ്ഞ്. അവൻ ദൈവം കൊടുത്ത സമ്പാദ്യമായിരുന്നു ആ കുഞ്ഞ് എന്നൊക്കെ അവൻ കരുതിയത്. ആ പെണ്ണിന്റെ മനസ്സിന് എങ്ങനെ തണുക്കുമെന്ന് ആർക്കറിയാം. കഴിഞ്ഞ ദിവസം കുഞ്ഞുമണിയാണെന്നും പറഞ്ഞ് തലേണ എടുത്തോണ്ട് നടക്കുന്നത്. ഇനി എന്റെ കൊച്ചു മുഴുപ്രാന്തിയായി പോകുന്ന എന്റെ പേടി. നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. പളനി മുരുകന് ഞാൻ നേർന്നിട്ടുണ്ട്. പളനി മുരുകനും കൊള്ളാം, ശബരിമല അയ്യപ്പനും കൊള്ളാം, കർത്താവും കൊള്ളാം, പടച്ചോനും കൊള്ളാം. എന്തായാലും എല്ലാരും കൂടെ എന്റെ കുട്ടിമണിയെ ചതിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതും അതിനെ ഇത്ര ആശിപ്പിച്ചിട്ട് കൊതിപ്പിച്ചിട്ട്. ബുദ്ധി കൊടുക്കാത്ത ദൈവം ഒരു കുഞ്ഞിനെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. ആശിക്കാനല്ലേ കഴിയൂ സുഭദ്രേ. അല്ലാതെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ആളല്ല ദൈവം. അങ്ങനെ ആരാ പറഞ്ഞത്? ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ആളല്ല ദൈവം എന്ന് ആരാ പറഞ്ഞത്? ദൈവം പണക്കാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അവർക്ക് എന്തും വില കൊടുത്താൽ കിട്ടും. അങ്ങനെ വില കൊടുത്തു വാങ്ങാവുന്നതാണോടി സ്വന്തവും ബന്ധവും? പണമുള്ളവർക്ക് മറ്റാരും കാണാത്ത വേറെ പ്രശ്നങ്ങളുണ്ടാവും. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിട്ടുള്ള പണത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും അത്ര തന്നെ ദുരിതവും കഷ്ടപ്പാടും മാറ്റിവെച്ചിട്ടുണ്ടാവും. ഓരോരുത്തർക്കും മാറ്റിവെച്ച ചിരിയുടെ അത്ര തന്നെ കണ്ണുനീരും മാറ്റിവെച്ചിട്ടുണ്ടാവും. അതെത്രയെന്ന് നമുക്കറിയത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അറിയത്തുള്ളൂ. അല്ല, നിങ്ങൾ കരയുവാണോ? കരയേ? ഞാനോ? നീ സവാള അരിഞ്ഞാ പിന്നെ കണ്ണിന് വെള്ളം വരാതിരിക്കും. ഓ, അല്ലാതെ സങ്കടം വന്നിട്ടല്ല. ആരായിരിക്കും ഈ നേരത്തെ വിരുന്നുകാര്? ആരാണെന്ന് കഥ തുറന്നു നോക്കിയാലല്ലേ അറിയൂ. ഞാൻ നോക്കാം. നീയായിരുന്നോടാ? വാ. നീ എവിടെ പോയതാടാ? നീ ആരാടി നോക്കുന്നത്? അല്ല, ഇവൻ വന്നതിന്റെ പിറകെ ഇവന്റെ പെണ്ണും പിള്ള കലാപക്കൊടിയും ചന്ദ്രഹാസവും കൊണ്ട് വരുന്നു നോക്കിയതാ. എന്തൊരു ജന്മമാടാ. ഇവിടെ വന്ന് നോട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ടാ പോയത്. അറിഞ്ഞു. ഇവിടുത്തെ വഴക്കിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ അവിടെയായിരുന്നു. ഇടയ്ക്കുള്ള സീൻ മാത്രമായിരുന്നു ഇവിടെ. എടീ, നീ വന്ന പാട അവന്റെ പെണ്ണിനെ കുറ്റം പറഞ്ഞു നിൽക്കാതെ കുടിക്കാൻ എന്തെടുത്തോണ്ട് കൊടുക്കാം. അവൻ വന്നതല്ലേ ഉള്ളു. എന്താണ് വിശേഷം? ഒരു കാര്യവുമില്ലാതെ നീങ്ങ് വരില്ല എന്ന് എനിക്കറിയാം. ഞാനേ മൈലമ്മ ഒന്ന് കാണാൻ വന്നതാ. അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഓ, അപ്പൊ മൈലമ്മയെ കാണാൻ വന്നതാണല്ലേ, അല്ലാതെ ഈ വയസ്സനെയും കാണാൻ വന്നതല്ല. അല്ല, ഞാനേ നിങ്ങളെ കാണുമ്പോ കണ്ണടയ്ക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഞാനത് മറന്നുപോയി. എന്റെ അപ്പച്ചിയമ്മ വഴക്കാളിയായിരുന്നെങ്കിലും വീട്ടിലുള്ളപ്പോ ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിന്റെ അപ്പച്ചിയമ്മ വഴക്കാളിയാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. അല്ലെങ്കിലും പണ്ടേ അവൻ എനിക്ക് എതിര് നിൽക്കുന്നവനല്ലേ. ഈ അടുത്തല്ലേ എന്നോട് ഇത്തിരി മമത വന്നത്. അതും എന്റെ മൈലമ്മ കൊച്ചിന്റെ ഉപദേശം കൊണ്ടാ. എടി, നീ നിന്ന് കഥ പറയാതെ അവന് നിന്റെ കൈ കൊണ്ട് കുടിക്കാനെന്തെങ്കിലും കൊടുക്ക്. എന്തോന്ന് വേണോടാ? നാരങ്ങ വെള്ളോ അതോ മോരും വെള്ളോ? ഓ, നീ ജ്യൂസും കാഷും ഒക്കെ അല്ലേ? കോഷല്ലടി, സ്ക്വാഷ്. ഓ, എന്തായാലും മനസ്സിലായല്ലോ. ഒരു മഞ്ഞ നിറത്തിലെ വെള്ളം എവന്റെ ഭാര്യ കലക്കിക്കൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതും അവക്ക് തോന്നിയാ മാത്രം. അപ്പച്ചമ്മ എനിക്ക് എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് വന്നാ മതി. മോരും വെള്ളം തരാം. അതാകുമ്പോ എടുത്തു വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. എടാ, ഇരിക്കടാ. എടാ, കുട്ടിമണിയുടെ കാര്യം എങ്ങനെയാ? ആശുപത്രിയിൽ നിന്ന് അടുത്ത ദിവസം വരുമെന്നാ ബാലേട്ടൻ പറഞ്ഞത്. അവൾ എങ്ങനെ ഇരിക്കുന്നു? കുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് രാത്രി എഴുന്നേറ്റ് നടക്കുന്നെന്ന് കേട്ടു. അത് ഞാനും കേട്ടു. കുട്ടിമണിയുടെ മനസ്സ് നേരെയാക്കാൻ ഡോക്ടർ എന്തോ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ത് വഴിയാ പറഞ്ഞത്?
ആ ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞത്? അങ്ങനെയല്ലേ അതിനെ പകുതി ഭ്രാന്തിയാക്കിയത്? ഇനിയിപ്പൊ എന്ത് ബുദ്ധിയാ അവര് പറയുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കുവോ? ഡോക്ടർ പറഞ്ഞ അതിലെന്തെങ്കിലും കാര്യം കാണും. നമ്മളത് വിശ്വസിച്ചാ മതി. ആ, എന്താടാ പറഞ്ഞത്? കുഞ്ഞു മരിച്ചു എന്നൊരു ബോധ്യം കുട്ടിമണിക്കുണ്ടാവണമെന്ന്. കുഞ്ഞിനെ കുഴിച്ചിടുന്നത് കുട്ടിമണിയെ കാണിക്കണമെന്ന്. എന്റെ പരുത്തിക്കാവിലമ്മേ, ഇനി അങ്ങനെ ഒരു ബാലശാപം കൂടി വേണോ വയലോരം വീട്ടിന്? കുഞ്ഞിന്റെ ബോഡിയൊന്നും വേണ്ട, കുഞ്ഞിന്റെ മൃതശരീരം എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും ഒന്ന്. അങ്ങനെയൊന്ന് മനസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. സംസാരത്തിനിടയിൽ ബാലേട്ടൻ എന്നോട് സൂചിപ്പിച്ചതാ. ഞാനത് സിജുനോട് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ കാര്യം കുട്ടിമണി മനസ്സിലാക്കണം, അത് ബോധ്യപ്പെടണം. അങ്ങനെ ചെയ്യാനായിരിക്കും പദ്ധതി. എന്തായാലും ഞാൻ വയലോരം വീട്ടിലേക്കില്ല. ആ മഹാഭാവം കൂടെ കാണാൻ എനിക്ക് ത്രാണിയില്ല. കണ്ടാ ചിലപ്പോ ഞാൻ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു പോകും. ഈശ്വര, ഇതെല്ലാം കാണാനുള്ള ശേഷി ആ കൊച്ചിന് കൊടുക്കണേ. ഞാനെന്ന് ഇറങ്ങും അപ്പച്ചമ്മേ. എനിക്ക് മൈലമ്മയെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമല്ല, അമ്മയുടെ കേസിന്റെ അന്വേഷണം പുനരന്വേഷിക്കാൻ. മൈലമ്മ ആരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. ഒരു മകന്റെ കടമ മറന്ന് ഞാൻ ഇത്രയും നാളും മാറി നിന്നു. അമ്മയുമായി ഒരു ബന്ധവുമില്ലാത്ത മൈലമ്മ അതിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പോ ഇനി എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. എന്നാ ഞാൻ പിന്നെ വരാം. ശരി. ഹലോ രവിയണ്ണ. ആ, ഞാനിവിടെ എത്തി കേട്ടോ. ആഹാ, മയിലിതാ പറന്ന് പറന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് രവിയണ്ണ. ദാ ഇപ്പൊ എത്തും. രവിയണ്ണ ഫോണ് വെച്ചോ. വണ്ടി ഓടിച്ചോണ്ട് ഫോൺ സംസാരിക്കുന്നത് വലിയ ഒഫൻസാ. പിഴയടക്കാനേ എന്റെ കയ്യില് കാശൊന്നുമില്ല. ആ, ശരി ശരി. രവിയണ്ണ വീട്ടിലേക്ക് പോയിരുന്നു അല്ലേ? ആ, പോയി. മൈലമ്മ അവിടെ കാണുമെന്ന് ഞാൻ കരുതി. എന്നെ കാണാൻ മാത്രം വന്നതാണോ? അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനും ഒന്നും കാണണ്ടേ? അവരെ കാണുമായിരുന്നു. അവരെ കാണുകയും ചെയ്തു. എന്തായാലും രവിയണ്ണന് ധൈര്യം ഉണ്ടെന്ന് കാണിച്ചു തന്നു. എന്നെ കാണരുതെന്നും വീട്ടില് വരരുതെന്നും ഒക്കെ മതികളാക്ക പറഞ്ഞിട്ട് രവിയണ്ണൻ കണ്ണും പൂട്ടി അനുസരിച്ചില്ലല്ലോ. അങ്ങനെ കണ്ണും പൂട്ടി അനുസരിക്കുന്നൊക്കെ നിർത്തി മൈലമ്മേ. ഏറി വന്നാ ഇത് കുറച്ചു കാലം കൂടി പോവും. ആ, അതുവരെ ഇനി എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അനുസരിച്ചേ പോകൂ. അതാണ് വേണ്ടത്. അല്ല, എന്താ ഈ കമ്മീഷൻ ഓഫീസിൽ പോയി കാര്യം? അവരെന്താ പറഞ്ഞേ? ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ഉടനെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുമെന്നും അന്വേഷണം പുനരാരംഭിക്കുമെന്നാ പറഞ്ഞത്. എന്തായാലും എന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാർ ആരൊക്കെയാണോ അവരെ എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവർക്ക് ശിക്ഷയും കിട്ടണം. അതിപ്പോ എന്റെ ഒരു വാശിയാണ്. മൈലമ്മ, അന്ന് ശിവയുടെയും മതിയുടെയും കാര്യം പറഞ്ഞില്ലായിരുന്നു? രാത്രി അവൻ വന്നതും മതികല സ്വർണവള ഊരി കൊടുത്തതുമൊക്കെ പറഞ്ഞിരുന്നു. എന്റെ കൺമുമ്പിൽ കണ്ടതാ. പക്ഷേ അതവൻ മതി ഭീഷണിപ്പെടുത്തിയതാണോ ബ്ലാക്ക്മെയിൽ ചെയ്തതാണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഏയ്, അങ്ങനെ വരാൻ സാധ്യതയില്ല. മതികളാക്കാവെ അങ്ങനെ ആർക്കും ഭീഷണിപ്പെടുത്താനോ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. അവൾ ഈ പുറമേ കാണിക്കുന്ന ധൈര്യവും സംഭവമൊക്കെ അവളുടെ ഒരു പ്രകടനവും പടമൊക്കെ ആണെങ്കിലോ നമുക്കത് അറിയാൻ പറ്റത്തില്ലല്ലോ. അവൾ ഉള്ളുകൊണ്ട് ആരെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിലോ, ഭയം കൊണ്ടാണ് അവൾ അങ്ങനെ അനുസരിക്കുന്നെങ്കിലോ? അങ്ങനെ വരൂ. മതികളാക്കാക്ക് അമ്മയുടെ മരണത്തിൽ എന്താണ് റോൾ എന്നാണ് നമുക്കറിയേണ്ടത്, കണ്ടെത്തേണ്ടത്. അക്ക നേരിട്ടൊന്നും പറയത്തില്ലല്ലോ.
അത് മാത്രമല്ല, നമ്മള് വളരെ തന്ത്രപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എല്ലാം തിരിച്ചടിക്കും രവിയണ്ണ. അതെങ്ങനെ? അണ്ണാ, ഇതൊരു ചെറിയ കേസല്ല, ഒരു മർഡർ കേസാണ്. ഇതിലെ പ്രതി സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും. അയാളുടെ ശിഷ്ടജീവിതം ജയിലിക്കുള്ള. അതുകൊണ്ട് നമ്മൾ ശിവയിലേക്ക് എത്തുന്നു എന്ന് കണ്ടാൽ ശിവയെ നിശബ്ദനാക്കാൻ നോക്കും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം. ശിവ ചിലപ്പോ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും, ചിലപ്പോ ഈ രാജ്യത്തിൽ നിന്ന് തന്നെ വിട്ടേക്കും. അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യോ കൊല്ലപ്പെടുകയോ ചെയ്യും. അല്ലെങ്കിൽ തന്നെ അവൻ പറയുന്നത് മറ്റൊരു മൊഴി ആയിക്കൂടെ? നമുക്കെങ്ങനെ ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ പറ്റും? ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ തന്നെ തെളിവുകൾ ഓരോന്നായി ശേഖരിച്ച് ഒരു രീതിയിലും മറുത്തു പറയാനാകാത്ത വിധം പഴുതുകളടച്ച് പ്രതികളെ പൊള്ളും. അതാണ് വേണ്ടത്. ആ അണ്ണാ, ഞാൻ കാണണമെന്ന് പറഞ്ഞത് നമുക്ക് ഇപ്പൊ ഒരാളെ കാണാനുണ്ട്. ആരെ? അതൊക്കെ ഉണ്ട്. രവിയാണ്, വണ്ടി കയറ്. എങ്ങോട്ടാ മൈലമ്മേ? എന്റെ കൂടെയല്ലേ വരുന്നത്, പേടിക്കുന്ന എന്തിനാ? പേടിയൊന്നുമില്ല. പിന്നെ ഭയമാ. വാ വാ രവിയണ്ണ. നമ്മൾ ആരെ കാണാനാ മൈലമ്മ പോകുന്നേ? എന്തിനാ മൈലമ്മ ഒരു സസ്പെൻസ്? സസ്പെൻസ് ഒന്നുമല്ല. ആ വനിത സിയയില്ലേ, അവർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സ്റ്റേഷനിലോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. ക്വാർട്ടേഴ്സിൽ ചെല്ലാന്ന് പറഞ്ഞപ്പോ അതും വേണ്ടെന്ന് പറഞ്ഞു. അവരിന്നേതോ കേസിന് പോയിട്ട് കോടതിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ കാണാന്ന്. അതെന്താ മൈലമ്മ അങ്ങനെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമ്മീഷണർ ഓഫീസിൽ ചെല്ലുന്നതും CI ചെന്ന് കാണുന്നതൊക്കെ ആരെങ്കിലും നമ്മുടെ ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തിട്ടുണ്ടാവും. അതിന് മോളിൽ നിന്നുള്ള പ്രഷർ അവർക്ക് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാവും, അതിൽ സംശയമൊന്നും വേണ്ട. DYSP ജയസേനന്റെ മകനും അനന്തരവളും ഒക്കെ ഇടപെട്ട കേസല്ലേ, അതുകൊണ്ട് പ്രഷർ ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, പരമാവധി മറ്റുള്ളവരറിയരുത് നമ്മൾ എന്ത് ചെയ്യുന്നു. നമ്മളായിട്ട് അവർക്കൊരു പഴുതും ഇട്ട് കൊടുക്കരുത്. അടക്കി പിടിച്ച മൈലമ്മ ഞാൻ നടക്കുന്നത്, അടക്കി പിടിച്ച്. ചില സമയത്തൊക്കെ ഞാൻ കരുതും മതികിലെ പിടിച്ചു നിർത്തി എല്ലാ കാര്യങ്ങളും എല്ലാവരും കേൾക്കുക ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലോ എന്ന്, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടാലോ എന്ന്. അടുത്ത നിമിഷം വീണ്ടും ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തും. ഒരാവശ്യം കാണിച്ചാൽ ചിലപ്പോ പൂർണ്ണമായിട്ടങ്ങ് തോറ്റുപോകും. മതികല ഇട്ടിട്ട് പോകുന്നു, ജീവിതം ഇല്ലാതാവുന്നു ഭയന്നിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു പേടി അതിഭീകരമായിട്ടുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പെന്താ ഭാര്യയോട് ഇഷ്ടമല്ലാതായോ? അതോ വേണ്ടെന്ന് തീരുമാനിച്ചോ? എനിക്കതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. മനസ്സിനിപ്പോ മരവിപ്പ് ബാധിച്ച പോലെ. ഒന്നുമല്ല, രവിയണ്ണന് മതികളാക്കായോട് ഇപ്പോഴും ഇഷ്ടം. മതികളാക്കായെ നഷ്ടപ്പെടുന്നത് ഇപ്പോഴും രവിയണ്ണന് ചിന്തിക്കാനാവില്ല. അതാണ് രവിയണ്ണൻ സ്വയം നിയന്ത്രിക്കുന്നത്. ഒരു കണക്കിന് അതാ നല്ലത്. ബഹളം വെക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ട് മതികളാക്ക പൂർണ്ണമായും വിട്ടുപോവുകയും അമ്മയുടെ കേസിൽ നമ്മൾ പരാജയപ്പെടുകയും ചെയ്താൽ നമ്മളെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് തന്ത്രപരമായി നിന്നാ മതി. ബുദ്ധിപരമായൊരു സൈലൻസ്, അതാ നല്ലത്. എന്നാലും ചില സമയത്ത് സഹിക്കാൻ പറ്റുന്നില്ല. കുത്തും കോളും വെച്ചുള്ള വർത്താനങ്ങളും പരിഹസിച്ചും കൊച്ചാക്കിയുള്ള പെരുമാറ്റങ്ങളും ഒക്കെ. മറ്റുള്ളവരെ പരിഹസിക്കുക എന്നത് മതികളാക്കാവിടെ ജന്മാവകാശമാണല്ലോ. അത് നടക്കട്ടെ. രവിയണ്ണൻ അതൊന്നും ശ്രദ്ധിക്കണ്ട. രവിയണ്ണൻ ഇപ്പൊ ഒരു തപസ്സിലാണെന്ന് കരുതിയാൽ മതി. അമ്മയെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള തപസ്. അതിനുവേണ്ടി രവിയണ്ണന് പലതും നഷ്ടപ്പെടേണ്ടി വരും. അത് ചിലപ്പോ ശരിയായിരിക്കാം. എനിക്ക് പലതും നഷ്ടമാവും. എന്നാലും സാരമില്ല. ദൂരെ ഒരു നാട്ടിൽ നിന്നും വന്ന എന്നെ മോളേന്ന് വിളിച്ച് സ്നേഹത്തോടെ ചോറ് വിളമ്പി തന്ന ആളാ വയലോരം വീട്ടിലെ അമ്മ. ആ അമ്മയുടെ കേസ് അങ്ങനെ തണുത്തുറഞ്ഞു പോവാനോ മരവിച്ച് മാഞ്ഞു പോവാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ മാഡത്തെ ഒന്ന് വിളിക്കട്ടെ.
എവിടത്തെയും ചോദിക്കാം. ആ മാഡം, ഞാൻ മാഡം പറഞ്ഞ റോഡിലുണ്ട്. ആ ശരി മാഡം. ആ ഞാൻ വെയിറ്റ് ചെയ്യാം. ആ വന്നോണ്ടിരിക്കാം, ഉടനെ എത്തും. അതുവരെ വെയിറ്റ് ചെയ്യാം. രവീണ്ണ എന്തെങ്കിലും കഴിച്ചോ? കൂൾ ഡ്രിങ്ക്സ്, ചായ, അങ്ങനെ എന്തെങ്കിലും? വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം, അവര് വരട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് രവിയണ്ണൻ തപസ്സിലാണെന്ന്. മനസ്സർപ്പിച്ച് ചെയ്യുന്ന ഏതൊരു കഠിനാധ്വാനത്തിനും അതിൻ്റെതായ ഫലമുണ്ടാവും. ജന്മം നൽകി പാലൂട്ടി വളർത്തിയ അമ്മ ശ്വാസം മുട്ടി മരിക്കുമ്പോ തൊട്ടപ്പുറത്തെ മുറിയിൽ ഒന്നും അറിയാതെ രവിയണ്ണൻ ഉറങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഉറക്കത്തിൽ നിന്നും രവിയണ്ണൻ ഉണരണം. അതിന് സമയായി രവിയണ്ണ. അതിനു മുമ്പുള്ള ശാന്തതയാണ് ഈ തപസ്സെന്ന് കരുതിയാൽ മതി. തപസ്സിൽ നിന്ന് കണ്ണു തുറക്കുമ്പോ മുന്നിലുള്ള ശത്രുക്കളെ ഭസ്മമാക്കാൻ പോന്ന കരുത്തുണ്ടാവണം. അല്ലാതെ ഇടയ്ക്കിടെ ഒന്ന് കത്തുകയും പിന്നെ കെട്ടുപോവുകയും ചെയ്യുന്ന രവിയണ്ണനായിട്ടല്ല. മനസ്സിലായോ? ദേ മാഡം വന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാഡം, ഇത് വയലോര വീട്ടിലെ അറിയാം, രവിചന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും എതിരെ പരാതി തന്നത്? പരാതിയിലെ 2 പ്രതികളും കൂടി ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നു. നല്ല കഥയായി. നിങ്ങളുടെ രഹസ്യബന്ധത്തിന് സ്ഥലം CI, അതും ഒരു വനിതാ CI കൂട്ടുനിന്നു എന്നൊരു പുതിയ കേസും കൂടി വരുമോ? ഇല്ല മാഡം. മാഡം പറഞ്ഞു 3 ദിവസം തികയുന്നതിന് മുമ്പ് ഞാൻ വീട് മാറിയില്ലേ? വീട് മാറിയിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ വന്നിരുന്നു. രവി ഭാര്യയുടെ കണ്ണു വെട്ടിച്ച് പഴയ ബന്ധം തുടരുന്നുവെന്നും സദാസമയം മൈലമ്മയുടെ വീട്ടിലാണെന്നും പറഞ്ഞു. അയ്യോ, അങ്ങനൊന്നും ഇല്ല മാഡം. എന്റെ അപ്പച്ചിയപ്പനും അപ്പച്ചിയമ്മയും ഉള്ളതുകൊണ്ട് ഞാൻ കാണാനായിട്ട് പോകുന്നു. ആയിരിക്കാം, അതായിരിക്കാം സത്യം. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ അപ്പച്ചിയപ്പനെയും അപ്പച്ചിയമ്മയെയും കാണാൻ എന്ന വ്യാജേന നിങ്ങളുടെ കാമുകിയെ കാണാൻ പോകുന്നു എന്ന് പുറത്തുനിന്ന് കാണുന്നവർ കരുതിയാൽ തെറ്റുണ്ടോ? ഇല്ല മാഡം, ഒരിക്കലും ഇല്ല. എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് വന്ന ഫോണിൽ ഒരു കഴമ്പുണ്ടല്ലോ എന്ന് എനിക്കും തോന്നി. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. ആ അത് വിട്. എന്താ പുതിയ വിവരങ്ങൾ? മാഡം, എന്റെ അമ്മയുടെ കേസിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം. ഇതെന്താ രവിചന്ദ്ര പെട്ടെന്നൊരു വെളിപാട് തോന്നിയത്? അമ്മയുടെ മരണം കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി. കേസന്വേഷണം തുടങ്ങിയിട്ടും കുറച്ചു കാലമായി. കേസ് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങാൻ തുടങ്ങിയിട്ടും കാലം കുറയായി. അവസാനം നിങ്ങളുടെ പെങ്ങളാണ് പ്രതി എന്ന ധാരണയിൽ ആ കേസ് വെച്ചുപൂട്ടിക്കെട്ടിയിട്ടും കാലം കുറയായി. ഇനി അത് രട്ടേപ്പഴിച്ച് അത് റീഓപ്പൺ ചെയ്യണമെന്ന് എന്താണ് പെട്ടെന്ന് തോന്നാൻ? അത് മാഡം, ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയതുകൊണ്ടാണ്. എന്റെ പെങ്ങളല്ല പ്രതിയെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങളുടെ ബോധ്യത്തിനനുസരിച്ച് കേസ് മാറ്റിയും മറിച്ചു അന്വേഷിക്കാൻ പറ്റൂ രവിചന്ദ്ര? ആയിക്കോട്ടെ, എന്താ നിങ്ങളുടെ പുതിയ കണ്ടെത്തലുകള്? രവീണ പറയ. അത് എന്റെ ഭാര്യയ്ക്ക് അതിൽ പങ്കുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് മാഡം. ആർക്ക്? മതികലയ്ക്കോ? അതെ മാഡം, അവൾക്ക് എന്തോ ഒരു മനസ്സറിവുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട്. അങ്ങനെയൊരു സംസാരം ഞാൻ കേട്ടു. അതിനൊരു ദൃശ്യം ഞാൻ കാണുകയും ചെയ്തു. രവി, നിങ്ങൾക്ക് തരം പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങളുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് എടുത്ത് വളയ്ക്കാൻ പറ്റുന്നതല്ല നിയമം. ഇപ്പൊ നിങ്ങളിത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടുള്ള വൈരാഗ്യം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ മിസ്റ്റർ രവിചന്ദ്രൻ? അയ്യോ അല്ല മാഡം. അല്ലായിരിക്കാം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്ക്. രവിക്ക് രവിയുടെ ഭാര്യയോട് വൈരാഗ്യം ഉണ്ടെന്ന് വെക്കുക. അവരുമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്ന് കരുതുക. അയ്യോ അങ്ങനൊന്നും ഇല്ല മാഡം. ഞാനൊന്ന് പറയട്ടെ, എല്ലാ കാര്യത്തിനും 2 വശമുണ്ടല്ലോ. ഈ നിൽക്കുന്ന മൈലമ്മയോട് രവിക്ക് ഭയങ്കര പ്രേമം. മൈലമ്മയുമായി ഒരുമിച്ച് ജീവിക്കണം. അതിന് ഭാര്യയെ ഒഴിവാക്കിയേ പറ്റൂ.
അപ്പൊ അവരെ ഒഴിവാക്കാൻ കൊല്ലാനോ ജയിലിൽ പോയി കിടക്കാനോ ഒന്നും രവിക്ക് താല്പര്യമില്ല. അപ്പൊ പിന്നെ രവി ബുദ്ധിപരമായി കണ്ടെത്തിയൊരു കാര്യമാണ് സ്വന്തം അമ്മയുടെ മർഡർ കേസുമായിട്ട് ഭാര്യയെ കണക്ട് ചെയ്യുക.